പെട്ടെന്ന് സോഷ്യൽ സ്കൂപ്പിലേക്ക് പോകാം. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അതല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ റാൻഡമായി തിരഞ്ഞെടുക്കുന്ന പ്രധാനം എന്ന് തോന്നുന്ന ഒറ്റ നോട്ടത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ചില എക്സ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാ പോസ്റ്റുകൾ ഒക്കെയാണ്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ആദ്യത്തേത് ഹിൻഡൻബർഗ് റിസർച്ച് ആണ്. എങ്ങനെയാണ് ഇന്ത്യക്കാർ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സംതിങ് ബിഗ് ഇൻ ഇന്ത്യ കോമ്പലേഷൻ ത്രെഡ് ആണ് ഇത്. ഷോക്കിംഗ് ന്യൂസ്, ഹിന്ദുസ് ജംപ് ഇൻടു എ വെൽ ടു എസ്കേപ്പ് റാംപേജിംഗ് റൈറ്റേഴ്സ്. ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള കാഴ്ചയാണ്. ആ വീഡിയോ കാണിക്കുന്നില്ല. ദേ ജംപ്ഡ് ഇൻടു ദ വെൽ. അത് TV9 റിപ്പോർട്ടാണ്. അതായത് തീവ്ര ഇസ്ലാമികവാദികളുടെ ഭീഷണിയിൽ നിന്ന് മെഹർപൂർ ഇസ്കോൺ ക്ഷേത്രം. ഓർക്കണം, ഈ ഇസ്കോൺ ക്ഷേത്രം എന്ന് പറയുന്നത് ദിവസവും അന്നദാനം സൗജന്യ ഭക്ഷണം ദാനം നൽകുന്ന ക്ഷേത്രം. ആ ക്ഷേത്രം അടക്കം കത്തിച്ചപ്പോൾ ഓടി ചെന്ന് ചാടിയ കിണറാണിത്. ഓർമ്മ വരുന്നത് ജാലിയൻവാല ബാഗാണ്. മനസ്സിലായില്ലേ? റാഡിക്കൽസ് അറ്റാക്ഡ്, വാൻഡലൈസ്ഡ് ആൻഡ് ബേൺ ഡൗൺ ദി ടെമ്പിൾ. ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല. ഇത് അടുത്തത് ക്ലെയിം പ്രൈം മിനിസ്റ്റർ മോദി ഈസ് വീക്കനിങ് HAL-ന്റെ ലാഭം കൂടുന്നു. PM മോദി ഈസ് ഡാമേജിങ് LIC ലാഭത്തിലേക്ക്. സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണെന്ന്. സെൻസെക്സ് നിഫ്റ്റി ഹിൻഡൻബർഗ്സ് റീസെന്റ് ക്ലെയിംസ് അതും നമുക്ക് കാണാൻ കഴിയുന്ന വാർത്ത. അതായത് ഒരു ഭാഗത്ത് രാഹുലിന്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ, മറുഭാഗത്ത് യാഥാർത്ഥ്യം വ്യക്തമാണ്. ജയചന്ദ്രൻ CICCയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിഷ്കളങ്കതയുടെ ചേർത്ത് നിർത്തലിന്റെ ചിത്രം. കമന്റ് മുഴുവൻ വായിക്കണം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ജയചന്ദ്രൻ CICC ആരാണെന്ന്. എന്റെ ഫേസ്ബുക്ക് സുഹൃത്താണ്. ഞാൻ പ്രധാനമന്ത്രി മോദിയുടെ പാർട്ടിക്കാരനോ ആരാധകനോ അല്ല. ഇതൊരു സ്നേഹം ചിത്രമാണ്. ഒരു മുത്തച്ഛന്റെ വാത്സല്യം അതിൽ കാണാം. അതെടുത്ത് പറയാൻ കാരണം, ഞാൻ പ്രധാനമന്ത്രിയുടെ ആരാധകനോ പാർട്ടിക്കാരനോ അല്ല എന്ന് പറയാൻ കാര്യം, അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ജയചന്ദ്രൻ CICC ബുക്സ് അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരുടെയും പത്ര മാധ്യമ ചാനൽ ലേഖകരുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലെ എല്ലാ ജേർണലിസ്റ്റുകളുടെയും ഒരു സംഗമ കേന്ദ്രമാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. തീർന്നിട്ടില്ല. മഹാരാജാസ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മഹാരാജകീയത്തിന്റെ അധ്യക്ഷനാണ് ദീർഘകാലമായി അദ്ദേഹം. മഹാരാജാസുമായി ബന്ധപ്പെട്ട് വളരെ അഭിമാനത്തോടു കൂടി മഹാരാജാസ് വിശേഷങ്ങൾ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നയാളാണ് ജയചന്ദ്രൻ CICC. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരല്പം പോലും രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം പ്രസക്തമാകുന്നത്. ഇത് അഭിനയമല്ല, ഇത് ഫോട്ടോഷൂട്ട് അല്ല എന്നുള്ള കമന്റുകൾ ഇന്നലെ വന്നിരുന്നു. അത് ജയചന്ദ്രൻ CICCയിൽ നിന്ന് വരുമ്പോൾ അതിന് കുറച്ചുകൂടി ആ സന്ദേശത്തിന് വ്യക്തതയുണ്ട്, ശക്തിയുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ. മഹാരാജകീയത്തിന്റെ ജയചന്ദ്രൻ CICC. അടുത്ത് നോക്കാം. ടൈംസ് ഓൾജിബ്രയാണ്. മോൾഡീവ്സിന്റെ നടന്ന ഡെവലപ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. മോൾഡീവ്സിൽ നിന്ന് ഇതുവരെ കാത്തിരുന്ന പലർക്കും നിരാശയുണ്ടാക്കുന്ന വാർത്ത വരുന്നു. ഒഫീഷ്യലി ഹാൻഡഡ് ഓവർ 28 ഐലൻഡ്സ് ടു ഭാരത്. 28 ദ്വീപുകൾ ഭാരതത്തിന് കൈമാറിയിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ജലം, ശുദ്ധജലം എടുക്കാനും അതുപോലെ മറ്റ് സിവറേജ് പ്രോജക്ട്സിനുമാക്കി. അതായത് കുറെ നാൾ ചൈനയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. ഭാരതത്തെ അവിടെ നിന്ന് മെല്ലെ തള്ളി പുറത്താക്കി. ഭാരതത്തിൻ്റെ സൈന്യത്തെ അടക്കം അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. സുരക്ഷ നൽകിയിരുന്നത് ഭാരതം ആയിരുന്നു. അവിടെ അതിനു ചുറ്റും സുരക്ഷ ഒരുക്കിയിരുന്നത് ഭാരതമായിരുന്നു. അധികാരമാറ്റം വന്നതോടെ, രാഷ്ട്രീയ മാറ്റം വന്നതോടെ ഭാരതത്തെ വിട്ട് ചൈനയെ പിടിക്കാൻ പോയവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത. ബിഗ് ഡിപ്ലോമാറ്റിക് വിൻ ഫോർ ഇന്ത്യ. നയതന്ത്ര രംഗത്ത് വലിയ വിജയമാണിത്. മറ്റു പലയിടത്തും അത് കണ്ടില്ല കേട്ടോ. അടുത്ത് നോക്കാം. Mayawati urges central government to take steps to prevent violence against Hindus in Bangladesh. കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇന്ത്യ സഖ്യത്തിലെ കൂട്ടാളികൾ, ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഒക്കെ കേൾക്കുന്നുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി വളരെ ഗൗരവത്തിൽ എടുക്കണമെന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ നടപടി എടുക്കണം എന്നും. ആദ്യത്തെ പാർട്ടി അധ്യക്ഷയായി മാറുകയാണ് അങ്ങനെ മായാവതി. ഈ ആവശ്യം, ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഫസ്റ്റ് ആൻഡ് ഓൺലി പാർട്ടി പ്രസിഡന്റ് ഹു റേസ്ഡ് വോയിസ് ഫോർ ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ്.
അടുത്തത് ഒഡീഷ സർക്കാരിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഒഡീഷയിലെ BJP സർക്കാർ ഒരു വലിയ പ്രചാരണം ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാനുള്ള വലിയൊരു ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ഒഡീഷയിലെ ഈ പുതുതായി ആദ്യമായി അധികാരത്തിൽ വന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. They will also verify the documents of Bangladeshis who have been residing in the state for a long time. ദീർഘകാലമായി അവിടെ താമസിക്കുന്നവരുടെ രേഖകളും പരിശോധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി continues to raise suspicions about the stupendous growth. ആദ്യം കാണിച്ച ചിത്രം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവകാശങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു ട്വീറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇനി അതിന്റെ തുടർച്ചയാണ് അല്ലെ ഇതിലെ വാർത്ത എന്താണ്? മോദി 3.0 വന്നപ്പോൾ ഇവിടത്തെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ കഴിഞ്ഞ 5 മാസം കൊണ്ട് 46.49 ലക്ഷം രൂപയാണ് കേവലം 5 മാസം കൊണ്ട് ഭാരതത്തിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിട്ട് രാഹുൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്.